വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് തിരുവല്ലയ്ക്കാണ്. നമ്മൾ സാധാരണ തിരുവല്ലയ്ക്ക് പോകുന്നത് ട്രെയിനിലാണ്. പക്ഷേ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയിൽ നമ്മളിപ്പോൾ കാറിലാണ് പോണേ. വേറൊരു സംഭവം ഉണ്ടായിന്ന് പറയുമ്പോൾ ഞാൻ വിളിക്കുമ്പോഴാണ് ഇങ്ങേരെ എഴുന്നേൽക്കണത്. ഇങ്ങേരെ ഇപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇന്നത്തെ ക്യാമ്പ് മൊത്തം പോയേനെ. ഇപ്പൊ നമ്മള് തിരുവല്ല കാറിലാണ് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കറിയാലോ, അമൽ സാറില്ലാണ്ട് പറ്റില്ല നമുക്ക് കാറിൽ പോകുമ്പോ. അപ്പൊ നമ്മൾ അമൽ സാറിനെ പിക്ക് ചെയ്യാനാണ് പോണേ. ഭയങ്കര നല്ല മഴയുണ്ട്. ഇന്നലെ തൃശ്ശൂർ റെഡ് അലർട്ട് ആയ കാരണം മുടക്ക് കിട്ടി എനിക്ക്. അപ്പൊ എനിക്ക് കോളേജിൽ നിന്ന് ലീവ് എടുക്കണ്ട, നല്ല കാര്യമാണ്. പിന്നെ ഭയങ്കര മഴയാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കണേ. അമൽ സാർ വിളിച്ചിട്ട് ചാലക്കുടി ഒക്കെ ഭയങ്കര ബ്ലോക്ക് എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇനി ഉമ കാണാം. ആ വഴിക്ക് നമ്മള് പോകേണ്ടി വരും. ആ വഴിക്ക് എത്ര പിടുത്തം അല്ലെങ്കിലും നമ്മള് സ്ഥലപ്പേര് കുറെ അറിയാം, അങ്ങനെ തിരിയേണ്ട സ്ഥലങ്ങൾ അറിയാം. അപ്പോ ഗൈസ് നമുക്ക് വഴിയിൽ കാണാം. ബ്ലോക്കാണ്, മൊത്തം ബ്ലോക്കാ. സമയം ലേറ്റായി, എല്ലാം ലേറ്റായി. എന്താണ് എപ്പോഴാണ് എത്രയൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ ചെറിയൊരു ഉറക്കമില്ല. പക്ഷെ കുഴപ്പമില്ലാണ്ട് കണ്ണടച്ചു. നിങ്ങളുടെ സാറാണെങ്കിൽ അവിടെ ഉറങ്ങാണ്. അപ്പൊ ഏകദേശം ഒരു 40 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു ഇത്ര നേരം. നല്ല ബ്ലോക്കാ, മൂവാറ്റുപുഴ ഭയങ്കര ബ്ലോക്കാ. റോഡ് പൊളിച്ചിട്ടിരിക്കുക. കട്ടേരി ഒന്ന് കയറി കൊണ്ട ബ്ലോക്കില് അവസാനം അവിടെ നിന്ന് വേറെ വഴി വട്ടം ഇറങ്ങി തിരിഞ്ഞ് ഏതൊക്കെ റോഡിൽ കൂടെ മെയിൻ റോഡിൽ ഒന്ന് കയറി തിരിച്ചു പോകുമ്പോ പെടും. തിരിച്ചു പറഞ്ഞാൽ മൂവാറ്റുപുഴ ബ്ലോക്ക് തുടങ്ങി. മൂവാറ്റുപുഴ ബ്ലോക്ക് തുടങ്ങിയ കാലടി വരെയും ബ്ലോക്കായിരിക്കും. കാലടി നമ്മളെന്തായാലും ഒരു 10 മണിയാവും. 10 മണിക്ക് എത്താവോന്ന് അറിഞ്ഞൂടാ വീട്ടില്, കാരണം അത്രയും തിരക്കാ. 10 മണി എത്തിയാ ഭാഗ്യം, കാരണം ഭയങ്കര ബ്ലോക്കാ. കാരണം ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ആ സൈഡ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. വെളുപ്പിനെ വരുമ്പോ തന്നെ 5 മണി 5:30 സമയമായപ്പോ അവിടെ കൊടുക്കത്ത ബ്ലോക്കാ വെളുപ്പിനെ. അപ്പൊ ഇനി വൈകുന്നേരത്തെ അവസ്ഥ പറയണ്ട, വെടും അനങ്ങി പോകും. മൂവാറ്റുപുഴ തുടങ്ങി കാലടി വരെ ബ്ലോക്കായി ഒരു ജംഗ്ഷൻ. പിന്നെ അവിടെ അങ്ങോട്ട് ചാലക്കുടി. നമ്മൾ ആ റോട്ട് കയറൂല, നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് കയറി അന്നമനാട് വഴി കയറി പോകും. വരട്ടിയും തിരിഞ്ഞ് കയറി പോവാ. അപ്പൊ നമുക്ക് അവിടെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ നമ്മുടെ മമ്മത്തായി ഹോൾ തിരുവല്ലയിൽ എത്തിയിട്ട് നമ്മള് ഇന്ന് ഭയങ്കര മഴയാണ്. നമ്മളൊരു സ്റ്റുഡന്റ് മാത്രം പെട്ടെന്ന് നേരത്തെ 7 മണിക്ക് എത്തി അതോടെ ചെയ്തു. പിന്നെ എത്ര പേര് മഴ കാരണം കുറെ പേര് ലേറ്റ് ആവും, നമുക്കറിയാലോ. അപ്പൊ നമുക്കിനി വരെ പോകാം. ഗൈസ്, അമൽ സാർ അവിടെ നമ്മുടെ സിമ്പൽ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നമ്മുടെ ഇന്ന് ഒരു 4-5 പേര് പുതിയ പേരും ഒരാൾ പഴയ പേരാണ് വന്നത്. നമ്മുടെ കഴിഞ്ഞ വട്ടം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത മനോജ് ഇന്ന് മഴ കാരണം വരാൻ പറ്റുന്നില്ല. പിന്നെ റഫീൻ ഒരാളുണ്ടായിരുന്നു, ആൾ 6ാമത്തെ ക്യാമ്പായിരുന്നു. ആളും മഴ കാരണം വരുന്നില്ല. മഴ എല്ലാവരെയും ചതിച്ചു ഗൈസ്. നമുക്കിനി ക്ലാസ്സോടെ പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ തിരുവല്ല ക്യാമ്പ് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് 7 ന്യൂ അഡ്മിഷൻസും നമ്മുടെ സീനിയേഴ്സിൽ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അടുത്ത ക്യാമ്പസിൽ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അമൽ സാറ് നമ്മുടെ ഇപ്പോൾ ഉള്ള കാരണം ക്യാമ്പ് എടുക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കിന്ന് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് അവിടെ തൃശ്ശൂരിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റില്ല, ഇന്ന് എത്തിച്ചേരാൻ പറ്റുള്ളൂ.
നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2 മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ഫീസ് മടക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണെങ്കിൽ ഇപ്പൊ നിർത്താം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താ ഉദ്ദേശിക്കണേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? തുടങ്ങല്ലേ? നമ്മളത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചോദിക്കുന്നത്. ഓറ ബോക്സിങ് നല്ലൊരു അനുഭവമായിരുന്നു. കാര്യം വന്നപ്പോഴും വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കാര്യം വന്നപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു, പക്ഷെ വന്നു കഴിഞ്ഞപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ലായിരുന്നു. പക്ഷെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടായിരുന്നു. ഓക്കെ. ബോക്സിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നു ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്ത കുറേ ടെക്നിക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഓറ ബോക്സിംഗ് ടീമിന് എല്ലാവിധ ആശംസകളും. ഞാൻ ഓറ ബോക്സിങ്ങിൻ്റെ തിരുവല്ലയിലെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു ക്ലാസ്സാണ്. നമ്മൾ മറ്റുള്ള മാർഷൽ ആർട്സ് പഠിക്കുന്ന പോലെ ഫസ്റ്റ് AB അങ്ങനെയുള്ള ടൈപ്പ് മാർഷൽ ആർട്സിലെ മൂവ്മെൻറ്റ്സ് അല്ല ഇവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളെ എങ്ങനെ ഫൈറ്റ് ചെയ്യാം, സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇവിടെ പഠിക്കുന്നത്. വളരെ നല്ല ക്ലാസ്സാണ്. എല്ലാവർക്കും അധികം യൂസ്ഫുള്ളായ ക്ലാസ്സാണ്. ആൻഡ് ഡിഫെൻഡിങ്ങിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് എങ്ങനെ നിൽക്കാമെന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഓരോ ബോയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു. നല്ല ഒരു ക്ലാസ്സാണ്. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്ന മൂവ്മെൻറ്റ്സുകളാണ്. അത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡെവലപ്മെൻറ്റ് കിട്ടും. ക്ലാസ് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, നമ്മുടെ തിരുവല്ല ക്യാമ്പ് ഇപ്പോൾ കഴിഞ്ഞു. എല്ലാവരും പോയി. പുറത്ത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു മഴ നമ്മുടെ തൃശ്ശൂരുകാർക്ക് മാത്രം മുടക്ക് കിട്ടിയുള്ളൂ. ഇവിടെ ഭയങ്കര ശരിക്കും ഇവിടെ മുടക്ക് കിട്ടേണ്ടതായിരുന്നു. ഇന്ന് ഈ മഴ കാണുമ്പോൾ തൃശ്ശൂർ നാളെ കൂടി മുടക്ക് കിട്ടും നമുക്ക് തോന്നണേ. നമുക്കിനി കാറിൽ പോകുമ്പോൾ കാണാം. പിന്നെ സമയം ഏകദേശം 5 മണി ആയിട്ട് നമ്മള് ഒരു 10 മണിയാവുമ്പോ ഒരു 12 ആവുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കാം. ഇന്നേ ദിവസം തന്നെ എത്തുമെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിനി കാറിൽ പോകുമ്പോ കാണാം. അപ്പൊ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് നമ്മളിപ്പോ അങ്കമാലിക്കാണ് റൂട്ട് വെച്ചിരിക്കുന്നത്. നല്ല മഴ, കുഴപ്പമില്ല. പക്ഷെ ഈ ഇങ്ങനത്തെ മഴ നല്ലൊരു ചായ കുടിച്ച് നല്ല രസവും. അതെന്തായാലും നമ്മൾ കുടിക്കും. ഇന്ന് ലേറ്റ് ആവണ ചിലപ്പോൾ ഫുഡും കഴിക്കും, പറയാൻ പറ്റില്ല. നമുക്കിനി പോണ വഴിയിൽ എവിടെ ചെറിയും കാണാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ തിരുവല്ല ക്യാമ്പിൻ്റെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലത്തെ വ്ളോഗ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓറ ബോക്സിന് ചാനലിലെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വ്ളോഗുമായി കാണുന്നത് വരെ ടാറ്റ, ഗുഡ് ബൈ, സീ യു.